പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ വാട്സാപ്പിൽ കൂടി മുടങ്ങാതെ സന്ദേശങ്ങൾ അയച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലുമായി മെസ്സേജ് ചാലുവാക്കുവാൻ ദൈവം അവിടുന്ന് കൃപ നൽകിയത് ഓർത്തു സ്തുതിക്കുന്നു. അതിന് സപ്പോർട്ടായി തീർന്ന എല്ലാ ദൈവജനത്തിനും, സഹോദരി സഹോദരന്മാർക്ക്, ദൈവദാസന്മാർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ക്രിസ്തുവിൽ നാം തികഞ്ഞവരായി നിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചതായ ഈ പ്രഭാത വചനം വിവിധ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. ഇപ്പോൾ കൈകാര്യം ചെയ്ത വിഷയം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷങ്ങളുടെ അകത്ത് പറഞ്ഞിരിക്കുന്നതായ ചില ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത് 22 മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ അതിൻ്റെ 26 വരെയുള്ള വേദഭാഗങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായി എടുത്തത്. അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സഹോദരനെ അത് നിസാര എന്ന് പറഞ്ഞാലോ മൂഢ എന്ന് പറഞ്ഞാലോ അവൻ ന്യായവിധിക്ക് യോഗ്യനായി മാറുമെന്ന് കർത്താവിൻ്റെ ആ വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. അതായത് സഹോദരന്മാരുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിരപ്പ് പ്രാപിക്കാതെ ഒരിക്കലും യാഗം കഴിക്കരുത്, വഴിപാട് കഴിക്കരുത് എന്ന് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ നിശ്ചിതമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ ആഗ്രഹം എന്താണ്, സഹോദരന്മാർ എങ്ങനെയായി മാറണം എന്നതിനെക്കുറിച്ചുള്ള വിശാലമായ ഒരു പഠനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പങ്കുവെച്ചത്. ഈ അധ്യായത്തിൽ തന്നെ മനുഷ്യൻ കൊല ചെയ്യരുത് എന്ന് പറയുമ്പോൾ തന്നെ കൊല ചെയ്യുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകം എന്ന് പറയുന്നത് കോപവും മനുഷ്യനുണ്ടാകുന്ന വൈകാരിക പ്രതലങ്ങളുമാണ് ഒരുവനെ മോശക്കാരനാക്കി മാറ്റുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഹാബേൽ എന്ന് പറയുന്ന ആദാമിൻ്റെ മകൻ മറ്റൊരു മകനായിരിക്കുന്ന കയ്യിന് യാഗത്തിൽ പ്രസാദിച്ചു. ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു, കയ്യിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അങ്ങനെ അവനോട് അസൂയ തോന്നുകയും അവനെ കോപിച്ച് അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു. കൊലപാതകം ദൈവം ക്ഷമിക്കാത്തതൊന്നാണ്, അത് പാപമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ദൈവം പറയുന്നത്, സഹോദരനെ കോപിച്ച് അത് പ്രവൃത്തിയിൽ കൊല ചെയ്യുന്നതിനേക്കാൾ ഉപരി നീ വാക്കുകൊണ്ട് നിന്റെ സഹോദരനെ നീ കൊന്നു കഴിഞ്ഞാൽ നീ കൊലപാതകനാണ്. ആ കൊലപാതകം ദൈവം ഒരു ന്യായവിധിക്ക് തുല്യമാണ് നിന്നെ കാണുന്നത്. ആ ന്യായവിധിയിൽ നിന്നും മോചനം പ്രാപിപ്പാൻ ഒറ്റ വകയേ ഉള്ളൂ, നിന്റെ സഹോദരനുമായി നീ നിരപ്പ് പ്രാപിക്കണം. അപ്പോൾ അനുരഞ്ജത്തിൻ്റെ ഭാഗത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ യഥാർത്ഥമായി സഹോദരൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അതാണ് യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ അകത്ത് പറയുന്നു, കാണപ്പെടുന്ന നിന്റെ സഹോദരനെ സ്നേഹിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ നിനക്ക് സ്നേഹിപ്പാൻ കഴിയും? അപ്പോൾ സഹോദരവർഗത്തിൽ കൂടിയാണ് നമുക്ക് യേശുവിനെ ദർശിപ്പാൻ കഴിയൂ എന്ന് ഇതിൽ കൂടി വ്യക്തമാക്കുന്നു. എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞു? യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ അങ്ങനെ പറയുവാൻ ഇടയായി മാറി. കാരണം താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം മനുഷ്യാവതാരമെടുത്താണ് ഇറങ്ങി വന്നത്. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, ആ കർത്താവ് മനുഷ്യ സാദൃശ്യത്തിലായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരുവനെ ശ്രേഷ്ഠനെന്ന് എണ്ണണം എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഉപരി മറ്റു സഹോദരനെ ശ്രേഷ്ഠനെന്ന് എണ്ണണം. ഞാൻ ആ സഹോദരനെ അല്ല കാണുന്നത്, എൻ്റെ അകത്ത് കുടിക്കൊള്ളുന്ന ദൈവീക അഭിഷേകം, അവൻ്റെ അകത്തു വാഴുന്ന ക്രിസ്തുവിനെ വലുതായി കാണുന്നു. വ്യക്തിയല്ല, അവൻ്റെ അകത്തുള്ള ആ ആത്മാവിൻ്റെ, ആ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ വലുതായി കാണണം. ഇതാണ് പരസ്പരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്. ആ സഹോദരൻ അങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ കൂടി എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഏകത്വം, നമ്മൾ എന്ന് പറയുന്ന ഏകത്വം, കൂട്ടായ്മ എന്ന് പറയുന്ന ഏകത്വം, കുടുംബം എന്ന് പറയുന്ന ഏകത്വം, ഈ കൂട്ടായ്മയിലും കുടുംബം എന്ന ഏകത്വത്തിലും ഞാൻ എന്ന് പറയുന്ന ഏകത്വത്തിലും
ഒരുമിച്ച് വെളിപ്പെടേണ്ട ഒറ്റ വ്യക്തിയാണ് യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് നമ്മൾ വെളിപ്പെടേണ്ടത്. അതാണ് സഹോദരൻ എന്ന യേശു കർത്താവ് ഇവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു ആത്മീയ മർമ്മമാണ് ദൈവജനത്തോടായി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഒരു സഹോദരനെതിരെ ഒരു സഹോദരൻ ഏതെങ്കിലും ചതിയോ വഞ്ചനയോ ആകാത്തത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവത്തോട് ആണ് നാം അത് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അത് ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് പോകണമെന്നുള്ളത് ദൈവം നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. ദൈവം നിശ്ചയിച്ചു വെച്ച ആ വഴിയിലൂടെ മാത്രമേ ആ വ്യക്തിക്ക് സഞ്ചരിക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തി ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തുവിനെ എന്ന് പറയുന്ന ആ നമ്മുടെ ദൈവം ആ യേശു ക്രിസ്തു ആകുന്ന വഴിയിൽ കൂടി വേണം നാം സഞ്ചരിക്കാൻ. ആ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഉപദേശം, പഠിപ്പിച്ച ആ രീതികൾ അത് സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് അത് ധന്യമായി യാത്ര സഫലകരമായി മാറുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു സഹോദരനെ നിസാര എന്ന് വിളിക്കരുത് എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം. അവനെ മൂഢ എന്ന് വിളിച്ചാലോ അത് അഗ്നിക്ക് നരകനായി മാറും എന്നും കാണപ്പെടുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിനെ മൂഢ എന്ന് വിളിക്കാൻ അഭിഷേകം പ്രാപിച്ചവന് കഴിയത്തില്ല. കാരണം അഭിഷേകം അവനത് ബോധ്യപ്പെടുത്തും. അഭിഷേകം നാം പ്രാപിക്കുമ്പോൾ ക്രിസ്തു എങ്ങനെ സഹോദരനെ കുറിച്ചുള്ള വില കാണുന്നുവോ അതേപോലെ ആയിരിക്കും നമ്മളും ആ സഹോദരനെ കുറിച്ചുള്ള ആ സ്വഭാവമായി ആ വിലയുള്ളവനായി നാം കാണുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ മാറ്റുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ, നമ്മളെ മാറ്റത്തിന് വിധേയപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ ചലനാത്മകമായ ഒരു അഭിഷേകം നമ്മളിൽ വസിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിക്കണം. അല്ല എങ്കിൽ സഹോദരനെ ശ്രേഷ്ഠമെന്ന് കാണുകയോ സഹോദരനെ ശ്രേഷ്ഠമെന്ന് കാണാതിരിക്കുകയോ നിസാര എന്ന് വിളിക്കുകയോ മൂഢ എന്ന് വിളിക്കുകയോ ചെയ്യുന്നവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ചലനം സംഭവിക്കാത്തത് കൊണ്ട് അവൻ സഹോദരനോട് കോപിക്കുകയാണ്. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നത് കൊണ്ട് അവൻ ദൈവത്തോട് കോപിക്കുകയാണ്. ഇന്ന് പകലിൽ ഞാൻ ആത്മാർത്ഥതയോടെ നിങ്ങളെ പറയും, നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങളെ ആര് ശപിച്ചാലും ആരും നിങ്ങളെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയുന്നവനെ ശപിക്കുന്നവനെ നിങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിപ്പിൻ. ഉപദ്രവിക്കുന്നവനെ നിങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തം ഒരു സഹോദരൻ്റെ കണ്ണിലെ കരട് നീ എടുത്തു മാറ്റണമെങ്കിൽ നിന്റെ കണ്ണിൽ ഒരു കരട് ഉണ്ടായിരിക്കാൻ പാടില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കണ്ണിൽ കരട് എന്താണ് അത് എടുത്തു കളഞ്ഞിട്ട് യഥാർത്ഥമായ നിലയിൽ ദൈവത്തെ സേവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ കലവറകളെ എൻ്റെ ദൈവം തുറന്നു തരും. സ്തോത്രം ചെയ്യുന്നു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. നമ്മളിൽ ആത്മാവ് നിറഞ്ഞാൽ നമ്മൾ ഒന്നാമതായി നിറയുന്നത് സ്നേഹത്തിൻ്റെ ഫലമാണ്. ആ ഫലത്താൽ നാം നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ എത്തപ്പെടാൻ കഴിയത്തുള്ളൂ. കാരണം സ്നേഹം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് നിത്യത തുടങ്ങി അത് ഈ ഭൂമിയിൽ ആരംഭിക്കുന്ന നമ്മോടുള്ള സ്നേഹം തുടങ്ങി അത് നിത്യത വരെ അവസാനിക്കുന്നതാണ് സ്നേഹം. ആ സ്നേഹത്തിൽ കൂടി നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറനാഥ.